ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സരയുവാണെങ്കിൽ ഇനി തന്നെ ഇത്രോ നാൾ വാർത്തി വലുതാക്കിയ ഷാരിയുടെ മരണം കാണാൻ വേണ്ടി തന്നെ വിക്രത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പയസിനെ കാണാണ്. എന്റെ പയസിനോട് പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നാളെ നീ ഇന്ന് രാത്രി നീ എന്തായാലും എന്റെ ആന്റിയുടെയും അങ്കിളിന്റെയും വീട്ടിൽ കയറണം. എന്റെ അമ്മ പുറകുവശത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും, അതിനെ കൂടി നിനക്ക് സുഖമായിട്ട് കയറാം. മുകളിലത്തെ റൂമിലാണ് അവള് കിടന്നുറങ്ങണത്. അവിടെ എന്റെ അമ്മയും അവളും മാത്രമാണ്, വേറെ ആരുമില്ല. പിന്നെ അവളെ കൊല്ലാനും നിനക്ക് എളുപ്പമാണ്, കാരണം എന്റെ അച്ഛൻ കുത്തിയ കുത്ത് അവള് നല്ല രീതിയിൽ തന്നെ ദുർബലയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നീ ഒന്ന് കുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവള് മരണപ്പെടും. പിന്നെ പണം എനിക്കൊരു പ്രശ്നമല്ല, ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് കൂടുതൽ പണമുണ്ട്. അപ്പോ ആ പയസ് പറയണ്ടേ, എനിക്ക് പണം കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ വിക്രത്തിനോട് കൂടി ചെയ്യണ ഒരു നന്മയായിട്ട് എനിക്ക് കാണുന്നത്. അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു പെങ്ങള് മരിച്ചിരിക്കണം. അത് കല്യാണി തന്നെ ആവാണെങ്കിൽ അവന് സന്തോഷമാകും. ശരി, അപ്പൊ ഇന്ന് രാത്രി നീ എന്തായാലും ഒരു 12-12:30 കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ശരി, എന്നാ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ് പയസ്. ശേഷം സരയു ഷാരിനെ വിളിച്ച് പറയണ്ട്, രാത്രി ആകുമ്പോഴേക്കും പിന്നാമ്പുറത്തെ വാതിൽ തുറന്നിട്ട് വേണം കിടന്നുറങ്ങാനെന്ന് പറയണം. അങ്ങനെ രാത്രി ആവാട്ടോ. ഷാരി ആണെങ്കിൽ പിന്നാമ്പുറത്തെ വാതിൽ അടയ്ക്കുന്നില്ല, തുറന്നിട്ടിട്ടാണ് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം കല്യാണി മരിക്കാൻ പോകുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഷാരിക്ക് ഉറക്കം വരാതെ ഷാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വരൻ എന്തൊക്കെ സംഭവിക്കുമെന്നോ. കല്യാണി ദൈവഗുണം നന്നായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ച ദ്രോഹിക്കുന്നവർക്ക് ആ ശിക്ഷ കിട്ടുള്ളൂ. ഇതിന്റെ പേരിൽ താൻ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ, എന്തിനാ ഇങ്ങനെ ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സമയം ഒരു 12-12:30 ആവാണ്. കല്യാണി മരുന്നൊക്കെ കഴിക്കണത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി മുകളിലേക്ക് പോവാട്ടോ. കല്യാണി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാണ് ഈ പയസ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നത്. അപ്പൊ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നൊക്കെ ഷാരി ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഷാരി അയാളുടെ മുമ്പിൽ പോയില്ലെങ്കിൽ പോലും ഷാരി ഹോളിൽ തന്നെ നിൽക്കാണ്. എന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാണ്, എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഹോളിൽ നിൽക്കാട്ടോ. പയസ് നേരെ മുകളിലെ റൂമിലേക്ക് പോകുന്നുണ്ട്. കല്യാണിനെ കാണുമ്പോഴേക്കും, എടി കല്യാണി, നിന്നെ ഞാൻ കൂടെ കൊല്ലാൻ വേണ്ടി പോവാടി. ഒരുപാട് പേര് നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നീ അങ്ങനെയൊന്നും മരിച്ചില്ലല്ലോ. എത്ര വർഷമായി നിന്നെ ഓരോരുത്തർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടിട്ടാണ്. ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ തമ്മിൽ ഒരു ശത്രുതയില്ല. പക്ഷെ എന്റെ കൂട്ടുകാരായിട്ടുള്ള വിക്രത്തിന്റെ പൊതു ശത്രുവാ നീ. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ നിന്നെ കൊല്ലുവാണ്. നീ മരിക്കുന്നവരുടെ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ആ പയസ് കത്തിയെടുത്ത് നമ്മുടെ കല്യാണിക്ക് നേരെ ഇങ്ങനെ കുത്താൻ വേണ്ടി പോകുമ്പോ എന്തോ ഭാഗ്യത്തിന് കല്യാണി പെട്ടെന്ന് എഴുന്നേക്കാണ്. കല്യാണി ഒച്ച ഉണ്ടാക്കാണ്, ആന്റി ആന്റി ഓടി വാന്റി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഒച്ച ഉണ്ടാക്കാണ്. പയസിന്റെ കയ്യിൽ നിന്ന് കത്തി മേടിക്കാൻ വേണ്ടി കല്യാണി നോക്കുന്നുണ്ടെങ്കിലും പയസ് കല്യാണിനെ ഉന്തിത്തള്ളി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. ആ സമയത്ത് വീണ്ടും വീണ്ടും കല്യാണി വിളിച്ചോണ്ടിരിക്കണം, ആന്റി ഓടി വാന്റി, ആന്റി ഓടി വാ, ഒരാളകത്ത് കയറിയിട്ടുണ്ട്, ആന്റി കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കുന്നുണ്ട് കല്യാണി. ഷാരി ആണെങ്കിൽ നിലത്ത് ഹോളിൽ തന്നെ നിൽക്കുവാട്ടോ. പെട്ടെന്ന് അവിടെ ഫുൾ ഇരുട്ടാണ്, അതായത് ലൈറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല ഷാരി. അങ്ങനെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ പയസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് ഷാരിയായിട്ട് കൂട്ടിമുട്ടുന്നത് ഹോളിൽ വെച്ചിട്ട്. പയസ് വിചാരിക്കുന്നത് വേറെ ആരോ തന്നെ പിടിക്കാൻ വേണ്ടിട്ട് വരുന്നതെന്ന് വെച്ചിട്ട് ആ കയ്യിലിടാതെ കത്തി വെച്ചിട്ട് ഷാരിനെ കുത്തണമെന്ന് അറിയില്ല, ഒറ്റ കുത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാണ്. ഷാരി പെട്ടെന്ന് മരണപ്രാളത്തിലാന്നിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും കല്യാണിക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. കല്യാണി വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഷാരി ബ്ലഡിൽ കുളിച്ചത്, രക്തത്തിൽ കുളിച്ച് നിലത്ത് മരണവെപ്രാളം കാണിക്കുകയാണ്. അപ്പൊ കല്യാണി വേണ്ടി കിരണേട്ടനെ വിളിക്കാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, ആംബുലൻസ് വിളിക്കാൻ. എന്നിട്ട് ആംബുലൻസ് വിളിക്കാൻ ഷാരി പറഞ്ഞിട്ട്, വേണ്ട മോളെ, ആംബുലൻസ് ഒന്നും വിളിക്കണ്ട, എന്റെ പുണ്യമായിട്ടാ മോളുടെ മടിയിലിരുന്ന് മരിക്കുന്നത്. എനിക്ക് മടിയിലിരുന്ന് മരിക്കുന്നത് പുണ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. എനിക്ക് മോളുടെ മടിയിലിരുന്ന് ഇങ്ങനെ മരിച്ചാൽ മതി ആന്റി, അങ്ങനെയൊന്നും പറയല്ലേ ആന്റി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെടാൻ. ഞാൻ ഇപ്പൊ തന്നെ ആംബുലൻസ് വിളിക്കാം. ഹലോ ആംബുലൻസ്, എത്രയും പെട്ടെന്ന് വരണം, സ്പീഡിൽ വരണം എന്നൊക്കെ പറയാനായിട്ട് കിരണിനെ വിളിക്കണ്ട. കിരണിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ആന്റിയുടെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കിരണിനെ വിളിക്കാണ്. ഷാരി പറയണ്ട, അവര് വരുന്നവരെ ഞാൻ ഉണ്ടാവില്ല മോളെ, അതിനു മുമ്പേ ആന്റി പോകും. ഞാൻ നിന്നോടും നിന്റെ മോനോടും നിന്റെ കുടുംബത്തോടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് മോളെ, നീ അതിനേക്ക് എന്നോട് ക്ഷമിക്കണം മോളെ. ഇനി ആന്റി ആർക്കും ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ മോളെ, നീ സരയുവിനെ കുറിച്ച് പറയാൻ വേണ്ടി പോണായിരിക്കും. അപ്പൊ തന്നെ ഷാരിയുടെ കണ്ണടയാണ്. എന്താ ആന്റി, എന്താ പറയാൻ വരുന്നത് ആന്റി, പറ. അത് പിന്നെ അത് പറഞ്ഞിട്ട് ഷാരി പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മരിച്ചു പോകാണ്. അയ്യോ കല്യാണി അപ്പൊ തന്നെ പൊട്ടിക്കറിയട്ടെ, അയ്യോ ആന്റി ആന്റി എഴുന്നേക്ക് ആന്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിടേക്ക് ആംബുലൻസും കിരണും ഒരുമിച്ചാണ് എത്തുന്നത്. അങ്ങനെ ആംബുലൻസിൽ അവർക്ക് കിരണും കരണും കൂടി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഷാരി മരണപ്പെടുന്ന ഡോക്ടർമാർ പറയണം. അങ്ങനെ കല്യാണിക്ക് ആകെ ഷോക്ക് ആവാണ്.
കല്യാണി പറ്റിയത്? ആന്റിക്ക് പെട്ടെന്ന് ഇതെന്ത് സംഭവിച്ചു? ആരാ അകത്ത് കയറിയത്? വല്ല കള്ളന്മാരാണോ? എനിക്കറിയില്ല കിരണേട്ട. എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ അയാള് വന്നത്. ഞാൻ അയാളെ മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല. അയാളെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അകത്തേക്ക് കയറി വന്നത്. അയാള് കുത്തം വെപ്പോഴേക്കും ഞാൻ ചാടി എഴുന്നേറ്റു. ആന്റിനെ ഞാൻ ഒരുപാട് വിളിച്ചു. ആന്റി ആ സമയത്ത് ഉറക്കുമായിരിക്കും. ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അയാളെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോഴേക്കും ആന്റിനെ കുത്തിയിട്ട് പോകുമായിരുന്നു എന്നൊക്കെ പറയാണ്. കിരണിനും ആകെ ഷോക്കായി പോവാട്ടോ. കിരൺ അപ്പൊ തന്നെ സരയുവിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. പാതിരാത്രിയാണ്. സരയുവിനെ കിരൺ വിളിക്കുമ്പോ തന്നെ സരയു ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ഈശ്വര, അവള് ചത്തുന്ന് തോന്നണ. അത് പറയാൻ വേണ്ടേക്കും കിരൺ വിളിക്കണത്. അതെ, അവള് മരണപ്പെട്ടു. അത് പറയാൻ തന്നെയാ കിരൺ വിളിക്കണത്. ഹലോ കിരണേ, എന്താണ് ഈ സമയത്ത്? സരയു, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം. അമ്മേനെ കിടത്തേക്കുന്ന ഹോസ്പിറ്റലില്ല, അവിടെ തന്നെ. എന്താ കാര്യം? അതൊരു ദുഃഖവാർത്തയാണ്, അത്രമാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കാണ്. സരയു, ഈശ്വര, അവള് ചത്തു, കല്യാണി ചത്തു. ഓ സമാധാനം, ഉടുത്തൊരുങ്ങി പോയാലോ. എന്നാലും കിരണിന്റെ മുമ്പിലല്ലേ പോകുന്നത്, സൗന്ദര്യം ഒട്ടും കുറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി മേക്കപ്പ് ഒക്കെ ചെയ്ത് സരയു അങ്ങ് പോകുവാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും കിരണക്ക ഇങ്ങനെ മോർച്ചയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാണ്. സരയു അപ്പൊ തന്നെ, അയ്യോ കിരണേ, ആർക്കാടാ, എന്താടാ പറ്റിയത് എന്നൊക്കെ ചോദിച്ചാൽ ആകെ പൊട്ടിക്കണ്ണീഷ. ആർക്കാടാ പറ്റിയത്? അത് സരയു, നീ വിഷമിക്കരുത്. എന്താ കാര്യം? അത് നീ അകത്ത് പോയി കാണ്, എനിക്ക് നിന്നോട് പറയാൻ വയ്യ എന്ന് പറയാണ്. കല്യാണി മരിച്ചെങ്കിൽ ഇവൻ ഇങ്ങനെ പൊട്ടിക്കരയേണ്ടതാണല്ലോ. ഇവനെന്താ ഇങ്ങനെ അത്ര വലിയ വിഷമം ഉണ്ടെങ്കിൽ അത്ര വലിയ വിഷമമൊന്നുമില്ലല്ലോ എന്ന് സരയുവും വിചാരിക്കണം. അങ്ങനെ മോർച്ചയുടെ ഉള്ളിൽ പോയിട്ട് ആ ഒരു ഡെഡ് ബോഡി കാണുമ്പോഴാണ് സരയു ഞെട്ടിപ്പോണത്. അത് തന്റെ വളർത്തമ്മയായിട്ടുള്ള ഷാരിയുടെ ഡെഡ് ബോഡിയാണ്. സരയു ആകെ ഷോക്ക് ആവാണ്. പൊട്ടിക്കരയാണ് സരയു. അലമുറയിട്ട് കരയാണ്. കാരണം ഇന്ന് സരയു ആ പയ്യസിനോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ പൊട്ടിക്കരണം, ആ ഡെഡ് ബോഡി മുമ്പിൽ പൊട്ടിക്കരയണമെന്ന്. അതുപോലെ തന്നെ പൊട്ടിക്കരഞ്ഞിട്ട്, പക്ഷെ കല്യാണിയുടെ ഡെഡ് ബോഡി അല്ല, ഷാരിയുടെ ഡെഡ് ബോഡിക്ക് മുമ്പിലാണ്. അതിനുശേഷം ചോദിക്കേണ്ടിരിക്കണം, എന്താ എന്റെ അമ്മക്ക് പറ്റിയത്? അറിയില്ല, കല്യാണിനെ കൊല്ലാൻ വേണ്ടി ആരോ വന്നതാണ്. പക്ഷെ അബദ്ധവശ ഷാരി ആന്റിക്ക് കുത്തുകിട്ടി. കല്യാണി രക്ഷപ്പെട്ടു. ഷാരി ആന്റി കുത്തുകിട്ടിയപ്പോ തന്നെ മരിച്ചുപോയെന്ന് പറയാണ്. അയ്യോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്ന പറഞ്ഞ സരയു ആണെങ്കിൽ പൊട്ടിക്കരയാണ്. എന്റെ കല്യാണിനെ സൂക്ഷിച്ചങ്ങ് നോക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഇവളാണ്. എന്റെ അച്ഛനെ കൊന്നു, എന്റെ വളർത്തമ്മേനെ കൊന്നു, എന്റെ ജീവിതം നശിപ്പിച്ചു, എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തി എന്ന് പറഞ്ഞിട്ട് സരയു ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കല്യാണിനെ നോക്കുവാട്ടോ. അങ്ങനെ ഷാരിയുടെ അടക്കം ചെയ്യലും കാര്യങ്ങളൊക്കെ അവരുടെ തറവാട്ടി വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത് കേട്ടോ. അപ്പൊ കിരൺ അതിന്റെ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ സമീപിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സി എടുത്തൊരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇത് എന്തായാലും അന്വേഷിക്കണം സാർ, ഇതെന്താ സംഭവിച്ചത് എനിക്ക് അറിയണം. കല്യാണിനെ കൊല്ലാനാണ് വന്നത്, പക്ഷെ ആന്റിക്ക് കുത്ത് കിട്ടി, ആന്റി മരിച്ചു, ഇത് ആരാണ് ചെയ്തത് എന്നൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് കിരൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. സി ഒരു സത്യസന്ധനായതുകൊണ്ട് തന്നെ ഇത് എന്തായാലും തെളിയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.